105 കോടി രൂപ ചെലവഴിച്ചിട്ട് ഉണ്ടാക്കിയ റോഡാ. ഈ റോഡിന്റെ അവസ്ഥയും ഇവിടെ ഗതാഗത കുരുക്കം. ഒരു പദ്ധതിയാണ് റൈസ് പാർക്ക്. ഇപ്പോഴും അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. കാലങ്ങളായി പറയുന്നതാണ് റെയിൽവേ ഗേറ്റില് അത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളാണ്. അതിലൊരു തടയണുണ്ട്, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ള ക്ഷാമം തീർക്കാമായിരുന്നു. അപകടം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഒരു റെസ്ക്യൂ ടീം അല്ലെങ്കിൽ ഫയർ സ്റ്റേഷൻ ചേലക്കരയിലില്ല. ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യപ്പെട്ടാക്കണത് ഇവിടെയാണ്. എന്ന് ന്യൂസിൽ കാണാറുണ്ട് ചേലക്കര ഭാഗത്ത് എന്നെ അവിടെ നിന്ന് എത്ര കിലോ കഞ്ചാവ് പിടിച്ചു, ഇന്ന യുവാവിനെ പിടിച്ചു. ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർ വൈകുന്നേരം സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങും. മറ്റത് വീട്ടിൽ തന്നെ അടച്ചിരിക്കുക, ഫോണിൽ കളിക്കുക, മയക്കുമരുന്ന് അടിമയിൽ നടക്കുക, അതൊക്കെയാണ്. MLAക്കും ഉണ്ട് പറയാൻ. ഷെക്കേന ന്യൂസിന്റെ പ്രത്യേക പരിപാടി ചേലക്കര നിയോജക മണ്ഡലത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈ ചേലക്കര മണ്ഡലത്തില് MLA നടപ്പിലാക്കാനായിട്ട്, അതായത് ഇനി വരേണ്ടതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ഇപ്പോൾ ഈ നമ്മൾ നിന്ന് സംസാരിക്കുന്ന ഈ റോഡ് 105 കോടി രൂപ ചെലവഴിച്ചിട്ട് ഉണ്ടാക്കിയ റോഡാ. ഈ റോഡിന്റെ അവസ്ഥയും ഇവിടെ ഗതാഗത കുരുക്കം. ഇവിടെ ജനങ്ങൾക്ക് ബസ് കയറാൻ നിൽക്കാൻ പോലും സൗകര്യമില്ല. മാത്രമല്ല അവിടെ കുണ്ടായിട്ട് പഞ്ചായത്താണ് ഇപ്പോൾ അവിടെ ടൈലിട്ട് അങ്ങനെയാക്കിയത്. അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡും നടന്നു നോക്കിയാൽ നിങ്ങൾക്കറിയാം, മനുഷ്യന്മാർക്ക് നടന്നു പോകാൻ പറ്റില്ല. അത് ഒന്ന് പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന 2 പാലങ്ങളുണ്ട്, തോട് മുറിഞ്ഞ് കിടക്കുന്ന പാലങ്ങൾ. ഒന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കാറായിട്ട് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താനുണ്ട്. അതുപോലെ തന്നെ നിയോജകമണ്ഡലത്തിലെ റെയിൽവേ ഗേറ്റുകളുണ്ട്. കാലങ്ങളായി പറയുന്നതാണ് റെയിൽവേ ഗേറ്റില് അത് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്താനുണ്ട്. ഇന്ന് വരെ ഇവിടെ ഒരു 10 യുവാക്കൾക്ക് ഒരു ജോലി കൊടുക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദുരിതത്തിന്റെ ഇടയിലാണ് ചേലക്കരയിലെ ജനങ്ങൾ നടന്നു പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ പഞ്ചായത്ത് കോടികൾ മുടക്കി റൈസ് പാർക്ക് ഇവിടെ കൊണ്ടുവന്നു. നിങ്ങളൊന്ന് പോയി നോക്കിയാൽ അതിന്റെ നിജസ്ഥിതി മനസ്സിലാവും. വിഷയനൊക്കെ തുരുമ്പ് പിടിച്ച് അവിടെ മയക്കുമരുന്ന് മാഫിയകളെ താവളായി കിടക്കുക, വർഷങ്ങളായിട്ട് കിടക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ബൈപ്പാസ് ഒരുപാട് കാലങ്ങളായി അതിങ്ങനെ പറയും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചങ്ങലും ഒക്കെ ആയിട്ട് ഉദ്യോഗസ്ഥർ വരും. അങ്ങനെ ചേലക്കരയിലെ ജനങ്ങൾ പ്രതീക്ഷയോട് വീണ്ടും കാത്തിരിക്കും, വീണ്ടും വോട്ട് ചെയ്യും. ഇങ്ങനൊരു അവസ്ഥയാണ് ഇന്നുള്ളത്. ചേലക്കരയുടെ പൊതുവായ കുറെ കാര്യങ്ങൾ. ഒന്ന് പറയാനുള്ളത്, ഈ ഗവൺമെന്റിന്റെ പണം ചെലവാക്കിയിട്ട് ഇതേ ആൾക്കാരുള്ളപ്പോൾ തന്നെ തുടങ്ങിയിട്ടുള്ള വലിയൊരു പദ്ധതിയാണ് റൈസ് പാർക്ക്. ഇപ്പോഴും അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഏതെങ്കിലും ഒരു എമർജൻസി, അതായത് ഒരു അപകടം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഒരു റെസ്ക്യൂ ടീം അല്ലെങ്കിൽ ഫയർ സ്റ്റേഷൻ ചേലക്കരയിലില്ല. തിരുവല്ലാമലയില്ല. ഇവിടുന്ന് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായി അത്രയും കിലോമീറ്ററുള്ള കാര്യം വരണം. അത് എങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ മഴക്കാലത്താണ് ഒരു സംഗതി ഉണ്ടായാൽ ഈ വരണ സാധനം വരില്ല, കാരണം വെള്ളം പൊന്തിണ്ടാവും. ഒരു പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. പിന്നെ ഈ റോഡ് പണി, ഈ വലിയ 102 കോടി രൂപ ചെലവാക്കിയിട്ട് 17 കിലോമീറ്റർ ദൂരത്തിന് ഇത്രയും പൈസ ചെലവാക്കിയിട്ടുണ്ടായിട്ടുള്ള റോഡ് ഇപ്പോഴും അത് വേണ്ട രീതിയിലല്ല. ഒന്ന് പണികൾ മുഴുവൻ തകരാറാണ്. നമുക്ക് പലപ്പോഴും കാണാം ഇവിടെയൊക്കെ ഈ പാച്ചുകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഈ പുതുപ്പാലം മുതൽ ചേലക്കര ടൗൺ വരെ ഉണ്ടായിരുന്ന റോഡിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ റോഡ് പണിയുമ്പോൾ 1 മീറ്ററെങ്കിലും അല്പം വീതി കൂട്ടുകയായിരുന്നുവെങ്കിൽ ഈ ഒരു വിഷയം, ഒരു റോഡ് പണിതതിന്റെ ഒരു ഗുണം നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഈ ചേലക്കര ടൗണിന്റെ എവിടെയും ഒരു കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ ആൾക്ക് പോകാൻ പറ്റില്ല. ഈ വൈറ്റ് ലൈനിന്റെ അപ്പുറത്തായിരിക്കും വണ്ടി നിർത്തുക. വൈറ്റ് ലൈനിന്റെ അപ്പുറത്ത് നിർത്താൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പോലീസ് വരും, ഫോട്ടോ എടുക്കും, ഫൈൻ ചാർജ്. അപ്പൊ ഇപ്പൊ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഇവര് ഒരു പൊതുജന നന്മയാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ, പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാവുന്ന, സാധാരണ ടാക്സ് കൊടുക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നിന്ന് ചിന്തിക്കുമെങ്കിൽ കുറെ അധികം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് ആ രീതിയിലുള്ള ഒരു ചർച്ചയും ആ രീതിയിലുള്ള ഒരു വീക്ഷണവും ഉണ്ടാവണം എന്നാണ് സാധാരണക്കാരനായ എനിക്ക് പറയാം. നമ്മുടെ ഒരുവിധം പഞ്ചായത്തുകളിലൊക്കെ ഇപ്പോൾ കുടിവെള്ള ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേവരെ ഉണ്ടായിരുന്ന MLA, ഇപ്പോഴുള്ള MLA കുടിവെള്ള ക്ഷാമത്തിന് നേരിടാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ അത്
കുറച്ച് ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭാരതപ്പുഴ ഇതിൽ ചേലക്കര മണ്ഡലത്തിൽ പെടുന്നതാണ്. അതിലൊരു തടയണുണ്ട്, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ള ക്ഷാമം തീർക്കാമായിരുന്നു. അപ്പോൾ ചേലക്കരയിൽ ഇപ്പോൾ പല ഭാഗങ്ങളിലായിട്ടും ഒരുപാട് മയക്കുമരുന്ന് അതേപോലെ കഞ്ചാവ് വ്യാപകമായിട്ട് പിടിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ചേലക്കര പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ട്. അപ്പം അത്തരം അതും വളർന്നു വരുന്ന ചെറുപ്പം പിള്ളേരാണ്. ഒരു 18-25 വയസ്സിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ 8-9 പഠിക്കുന്ന കുട്ടികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു പ്രവണതയ്ക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ട്, കുറച്ചും കൂടിയും ഏരിയകൾ, നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് കുറച്ച് ഗ്രൗണ്ട്, കളിസ്ഥലങ്ങൾ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു പ്രവണത നിന്ന് മാറി സ്പോർട്സ് മറ്റുള്ള മേഖലകളിലേക്ക് എത്തി ആ ഒരു ചിന്താഗതി പിള്ളേരിൽ നിന്ന് മാറി നല്ലൊരു രീതിയിലേക്ക് യുവത്വത്തെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. മയക്കുമരുന്നിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യപ്പെട്ടാക്കണത് ഇവിടെയാണ് എന്ന് ന്യൂസിൽ കാണാറുണ്ട്. ചേലക്കര ഭാഗത്ത് അവിടെ നിന്ന് എത്ര കിലോ കഞ്ചാവ് പിടിച്ചു, ഇന്ന യുവാവിനെ പിടിച്ചു. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കണമെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് ആ ഒരു യുവാക്കളുടെ പ്രവണത ഒന്ന് മാറ്റി കിട്ടാൻ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിരിക്കും. കുറെ കളിസ്ഥലങ്ങൾ അവർ പ്ലേസ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കളിസ്ഥലങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് പിള്ളേർ ഇപ്പോൾ എല്ലാവരും ഫോണിലും മറ്റു മയക്കുമരുന്നും കാര്യങ്ങളിലൊക്കെയാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർ വൈകുന്നേരം സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങും, കളിക്കാൻ വേണ്ടി ഇറങ്ങും, ഗ്രൗണ്ടിലോട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിള്ളേരുടെ മൈൻഡ് സെറ്റ് ആകെ ഫുള്ളായി മാറും. അത് വീട്ടിൽ തന്നെ അടച്ചിരിക്കുക, ഫോണിൽ കളിക്കുക, മയക്കുമരുന്ന് അടിമയിൽ കിടക്കുക, അതൊക്കെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കളിസ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവരിക. അപ്പൊ പിന്നെ പിള്ളേരുടെ ആ മൈൻഡ് സെറ്റ് ഒക്കെ മാറി കിട്ടും. ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ MLA UR പ്രദീപാണ്. MLA മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് MLAയിൽ നിന്ന് തന്നെ അറിയാം. ചേലക്കര MLA UR പ്രദീപാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. MLA എന്ന നിലയ്ക്ക് ചേലക്കര മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് MLAയിൽ നിന്നറിയാം. 10 വർഷത്തിനിടയിൽ നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ചേലക്കര ഒരു സമയത്ത് ഈ ഫ്ലഡിന്റെ ഭാഗമായി ധാരാളം വെള്ളം കയറി മൂടുന്ന ഒരു പ്രധാനപ്പെട്ട റോഡുകളെല്ലാം അടഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ സഹായത്തോടു കൂടി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 148 കോടി രൂപ വരുന്ന സംഖ്യ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വാഴക്കോട് പ്ലാഴി റോഡ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ച റോഡ് പിന്നീട് നമുക്കതിന്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ 105 കോടിയാണ് നമുക്കതിന് ആവശ്യം വന്നത്. എന്നാൽ ആ റോഡിന്റെ നല്ല റോഡായി എക്കാലത്തും ഈ ഫ്ലഡ് വന്നാലും എക്കാലത്തും തകരാത്ത രീതിയിൽ നല്ല റോഡാക്കി നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോ ചെറിയ വെള്ളക്കെട്ട് പ്രശ്നമല്ലായിട്ട് ഉണ്ട്, ഇതിന്റെ ഡ്രെയിനേജ് പ്രശ്നം ആയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ മഴ വന്നപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടു. ഏതായാലും അതിന്റെ KRFB ആണ് അതിന്റെ പണി ഏറ്റെടുത്ത് ചെയ്യുന്നത്. അവരുമായി ബന്ധപ്പെട്ട് അവരുടെ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് വന്ന് അതിന്റെ വീണ്ടും അന്വേഷണം നടത്തി പോയിട്ട് ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വീണ്ടും വർക്ക് നടത്താൻ വേണ്ടിയിട്ട് ഈ ഇത്തരം കുറവുകളെല്ലാം നികത്താൻ വേണ്ടിയിട്ടുള്ള അത് അവരുടെ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാട് ആയിട്ടുണ്ട്. എന്തായാലും ആ റോഡ് ഇനിയൊരു 10-15 വർഷത്തിന് മറ്റൊരു തകരാറ് സംഭവിക്കില്ല. അത്രയധികം റിസർച്ച് നടത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റോഡ് നന്നായി ചെയ്തിട്ടുണ്ട്. അതിന് ചെറിയ ചെറിയ കുറവുകളുണ്ട്, അത് നികത്താൻ വേണ്ടി സജീവമായി ഇപ്പൊ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ചേലക്കരയിൽ ബൈപ്പാസ് വലിയ തലവേദനയായിരുന്നു. ചേലക്കരയെ സംബന്ധിച്ച് എന്താ, ഈ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് ഭൂമി. നമുക്ക് അധികം ഇതില് സ്വകാര്യ ആളുകളുടെ ഈ സർക്കാർ ഭൂമി സ്വകാര്യ ആളുകളുടെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് ആ റോഡ് നല്ല നിലയ്ക്ക് ചെയ്യാനും ഹെവി ട്രാഫിക്കിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചേലക്കര ബൈപ്പാസ് ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടം കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നമുക്ക് 50 കോടി രൂപ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പൊ അതിന്റെ നിർമ്മാണ പ്രവൃത്തി. 50 അല്ല 20 ഇനി ആവശ്യം വരുന്ന പണം പരമാവധി അതിന് അവർ തരും. എന്തായാലും അത് ലാസ്റ്റ് ഘട്ടത്തിലാണ്, ഭൂമി ഏറ്റെടുക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇതുവരെ സാറ്റലൈറ്റ് സർവേ എല്ലാം കഴിഞ്ഞ് ഭൂമിയുടെ വില നിശ്ചയിക്കാനുള്ള അവസാന ഘട്ടത്തിലാണ്. നിശ്ചയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുമായി നെഗോസിയേഷൻ ഒരു ചർച്ചയും കൂടെ നടത്തി കഴിഞ്ഞാൽ ഭൂമി ഏറ്റെടുത്ത് അതിന്റെ ടെൻഡർ നടപടിക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതൊരു മേജർ പ്രൊജക്റ്റാണ്. ചേലക്കരയെ സംബന്ധിച്ച് ഒരു വലിയ തലവേദനയാണ് ജനങ്ങൾക്ക്. ഈ പീക്ക് ടൈമിൽ കാലത്തോ അല്ലെങ്കിൽ സ്കൂള് വിടുന്ന സമയത്തോ സ്കൂളിൽ പോകുന്ന സമയത്തോ നല്ല തിരക്കാണ്, സമയത്തിന് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബൈപ്പാസ് നമ്മൾ അന്ന് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തിയത്. അതിപ്പോ ആ റോഡും കൂടെ വരുമ്പോൾ ചേലക്കരയുടെ മുഖച്ഛായയിൽ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ദീർഘകാലമായ ഒരു സ്വപ്നമായിരുന്നു
നമുക്ക് ചേലക്കര എന്ന് പറഞ്ഞത് ഒരു കാർഷിക മേഖലയുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ കർഷകരെ സഹായിക്കാൻ അവിടെ തന്നെ നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ഒരു റൈസ് മില്ല് കൊണ്ടുവരുണ്ടായി, റൈസ് പാർക്ക്. അപ്പോൾ അതിന്റെ ഒരു പ്രവർത്തനം അത് ബസുമതി അരിയുമായി ബന്ധപ്പെട്ടുള്ള മെഷീനായിരുന്നു. നമുക്കിവിടെ ചേലക്കരയിൽ ബസുമതി അരി കൃഷി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ഒരു ഘട്ടത്തിൽ ചെയ്തു വന്നിരുന്നു. പക്ഷെ അവർക്ക് അതിന്റെ ലാഭം അത്രയധികം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കർഷകർ ആ കൃഷി ഉപേക്ഷിക്കുകയുണ്ടായി. പിന്നീട് ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവന്ന പട്ടികജാതി മേഖലയിൽ കൊണ്ടുവന്ന ഒരു റൈസ് പാർക്കായിരുന്നു പറക്കാട് പ്രദേശത്ത് ഇപ്പൊ ചേലക്കരയിലുള്ളത്. അത് പിന്നീട് ഇടതുപക്ഷ സർക്കാർ വന്ന സമയത്ത് അവിടെ റൈസ് പാർക്ക്, പുതിയ ഒരു റൈസ് പാർക്ക് വ്യവസായ വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ധാരണയായി. അന്ന് ശ്രീ ഇ.പി. ജയരാജ് മന്ത്രി ഉള്ള സമയത്ത് അതിന്റെ തുടക്കം കുറിക്കാൻ വേണ്ടി എല്ലാം ആലോചിച്ചതാണ്. പിന്നീട് എന്തോ ഒരു സാങ്കേതിക തടസ്സം വന്ന് അതിന്റെ പുറകോട്ട് പോവുകയും ചെയ്ത് ഏകദേശം ജില്ലാ പഞ്ചായത്തിന്റെ കൈവശമുള്ള കൃഷിത്തോട്ടം അതിനകത്ത് ഒരു 8 ഏക്കറോളം ഇതിനു വേണ്ടി തീരുമാനമെടുത്ത് തരികയുണ്ടായി. അപ്പൊ അതിന്റെ പ്രവർത്തനമായി മുമ്പോട്ട് പോകാൻ വേണ്ടി നമുക്ക് പിന്നീട് അത് കഴിഞ്ഞിട്ടില്ല. എന്തായാലും തുടർച്ചയായി അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ഇപ്പൊ പുതിയ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൂടെ പെടുത്തി ഈ കർഷകർക്ക് ആ പ്രൊജക്ടിന്റെ ലക്ഷ്യം അതിന്റെ ബൈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ, എന്ന് വെച്ചാൽ നെല്ല് കുത്തി ആ നെല്ലിൽ നിന്ന് എടുക്കുന്ന തവിട് അതിന്റെ വിവിധ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി അവിടെ ധാരാളം ആളുകൾക്ക് പണി കിട്ടുന്ന രീതിയിലാണ് അതിന്റെ ഒരു സ്ട്രക്ചർ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും അത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന്റെ പുറകിൽ നിന്ന് ധാരാളം ആളുകൾക്ക്, കൃഷിക്കാർക്ക് മാത്രമല്ല ധാരാളം ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ്. അപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ പുതിയ ഗവൺമെന്റ് ശ്രദ്ധയിലും അത് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളൂ, എന്തായാലും വിഷയം പഠിച്ചിട്ട് നമുക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആ പ്രൊജക്ട് തുടർച്ചയായി നമുക്ക് അത്രയും സൗകര്യം എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അത് അങ്ങനെ മുമ്പോട്ട് പോകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ ചേലക്കരയിൽ നിരവധിയായ പദ്ധതി ഉണ്ട്. നേരത്തെ മുൻകാലങ്ങളിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖല വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. എന്നാൽ അവിടെ നമുക്കറിയാം ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹം മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് നിൽക്കുമ്പോൾ ധാരാളം സ്ഥാപനങ്ങൾ അദ്ദേഹം ഉള്ള സമയത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളിലെ സൗകര്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമുക്ക് അത്തരം സ്ഥാപനങ്ങളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ ധാരാളം കുട്ടികളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. സ്കൂളുകളെല്ലാം മികച്ച രീതിയിൽ നമുക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ നല്ല റിസൾട്ട്, നിലവാരമുള്ള വിദ്യാഭ്യാസം, നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഇപ്പോൾ പുതിയ പ്രൊജക്ട് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 5 കൊല്ലം കൊണ്ട് ഘട്ടത്തിൽ നേരത്തെ 2016 നമ്മൾ ചെയ്ത് വിജയിച്ചതാണ്. പുതിയ തലമുറകളുടെ നല്ല റിസൾട്ടോട് കൂടി നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അധ്യാപകരും PTA-യും മണ്ഡലം സംയുക്തമായിട്ട് യോജിച്ച് അത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തുടങ്ങി വെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. ഇനി പുതിയ കോഴ്സുകൾ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനം, ഇപ്പോൾ ITI ആയാലും പോളിടെക്നിക് ആയാലും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയാലും IHRD കോളേജ് ആയാലും ഇവിടെ എല്ലാം നമുക്ക് മതിയായ സൗകര്യങ്ങൾ ധാരാളം ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം പുതിയ കോഴ്സുകൾ ഇനി കൊണ്ടുവരാൻ വേണ്ടി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് MRS ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ. അപ്പൊ ഇവിടെ എല്ലാം ഈ സൗകര്യം കൂടുതലോട് ഇനിയും കുട്ടികൾ ധാരാളം, മണ്ഡലത്തിലുള്ള കുട്ടികളും പുറമേയുള്ള കുട്ടികൾക്കും വന്ന് പഠിച്ചു പോകാൻ ഒരു വലിയ സൗകര്യം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ. അതോടൊപ്പം തന്നെ കാർഷിക മേഖല, ചേലക്കര എന്ന് പറഞ്ഞ ഒരു കാർഷിക മേഖല തന്നെയാണ്. എന്നാൽ അവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ ചേലക്കരയിൽ ഒരു പുതിയ തലവേദന ഉയർന്നു വന്നിട്ടുള്ളത് നമുക്ക് കാട്ടാന ശല്യം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 2021 കുതിരാൻ തുറന്നപ്പോൾ പഴയ റോഡ് വഴി ഇപ്പോൾ ചേലക്കരയ്ക്ക് കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ധാരാളം കൃഷിക്കാരെ അവരുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൃഷിയെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഒരു ആളപായം ഉണ്ടായിട്ടില്ല. പക്ഷെ 46 കിലോമീറ്റർ ചേലക്കരയുടെ അതിർത്തി പ്രദേശം, വന അതിർത്തി പ്രദേശമായ വാഴക്കോട് മുതൽ എളനാട് തിരുമണി വരെയുള്ള പ്രദേശം 45 കിലോമീറ്റർ വരുന്ന ദൂരം കമ്പിവേലി ഇട്ടിട്ട് ആനകളെ ഇങ്ങോട്ട് കിടക്കാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 32 കിലോമീറ്റർ പണി കഴിച്ചിട്ടുണ്ട്. ഇനിയും 16 കിലോമീറ്ററും കൂടെ നമുക്ക് പണി കഴിച്ചാൽ ആന ഇടയ്ക്ക് വന്നാൽ പൊട്ടിച്ചാലും അത് വീണ്ടും അപ്പം തന്നെ പഴയ പോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ സമാധാനമുണ്ട് ആന വരാതിരിക്കാൻ വേണ്ടി. ആ ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൃഷിക്കാർക്ക് കുറച്ചും കൂടെ സമാധാനമാവും. മാത്രം അല്ല, ഈ ഹോർട്ടികോർപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വട്ടം ഒരു പദ്ധതി ആലോചിച്ചത് കൃഷിക്കാരുടെ ഒരു ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ വാങ്ങിക്കാം. അപ്പോൾ ധാരാളം പച്ചക്കറി എല്ലാം ഉണ്ടാവുന്ന ഉള്ള ഒരു മണ്ഡലമാണ്. പച്ചക്കറി കർഷകരും എല്ലാം ഉള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ ആ കർഷകരുടെ നമുക്ക് ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങിച്ച്
അവിടെ നിന്ന് തന്നെ അത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഒരു പദ്ധതി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അത് അവസാന ഘട്ടമായതുകൊണ്ട് ഹോർട്ടികോർപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും അത് തുടർന്ന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ അത് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഏതായാലും ആ പദ്ധതി കർഷകരെ ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു പദ്ധതി തന്നെയാണ്. തീർച്ചയായിട്ടും അതിന്റെ പുറകിലും നമ്മൾ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മണ്ഡലത്തിനകത്ത് ഒരു ആപത്ത് വന്നാൽ ഒരു തീപിടുത്തോ അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഫയർഫോഴ്സിനെ സമീപിച്ചാൽ ഒന്നല്ലെങ്കിൽ ആലത്തൂരോ അല്ലെങ്കിൽ വടക്കാഞ്ചേരി നിന്ന് വണ്ടി എത്തുന്ന വരെ നമുക്ക് ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്തും 2-3 വട്ടം ഇത് ശ്രദ്ധയിൽപ്പെടുത്തി. പഴയന്നൂര് ചീരക്കുഴി ഡാമുമായി കേന്ദ്രീകരിച്ച് അവിടെ വെള്ള സൗകര്യം ധാരാളം, അവിടെ ചീരക്കുഴിയുടെ സ്ഥലമുണ്ട്. അതിൽ കുറച്ച് സ്ഥലം ഫയർ സ്റ്റേഷന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയതാണ്. അതിൻ്റെ 2 ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഒരു ചില ചർച്ചകളൊക്കെ നടന്നതാണ്. ഏതായാലും അത് അത്തരം പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ പുതിയ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ വീണ്ടും കൊടുക്കേണ്ടായി. അത് എന്താണെന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഫയർ സ്റ്റേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഫയർ സ്റ്റേഷനെ സംബന്ധിച്ച് അവിടെ ആലത്തൂരും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വടക്കാഞ്ചേരിയിൽ നിന്ന് ഓടിയെത്തുമ്പോഴേക്കും നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവുന്നുണ്ട്. ധാരാളം പട്ടികജാതി ഉന്നതികളും ട്രൈബൽ ഉന്നതികളും ഉള്ള ഒരു കേന്ദ്രം കൂടിയാണ്. അപ്പോൾ ഈ ജനസംഖ്യ, ഈ പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആർക്കായാലും ആപത്ത് വന്നാൽ നമുക്ക് ഇത് വണ്ടി എത്തിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഈ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അതിന് പുറകിൽ ശക്തമായി ഇടപെടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ നമുക്കിപ്പോൾ കുത്താമ്പള്ളി എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കൈത്തറി ഗ്രാമമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കുത്താമ്പള്ളി. അവിടുത്തെ കർഷകരെ സഹായിക്കാൻ കഴിഞ്ഞ വട്ടം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് ഒരു കൈത്തറി ഗ്രാമമായി, പൈതൃക ഗ്രാമമായി പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു പണം അനുവദിച്ചിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞു. അത് ഇനി സ്ഥലവും സൗകര്യം എല്ലാം നോക്കി അവിടെ അതിൻ്റെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൈത്തറി മേഖലയെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്ട്. കുത്താമ്പള്ളിയും നമ്മുടെ ഒറ്റപ്പാലത്തേക്കും ഈ പോയി വരാനും ആളുകൾക്ക് കുത്താമ്പള്ളിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു പാലം ഇപ്പോൾ നമ്മുടെ കൊണ്ടാഴി കുത്താമ്പള്ളി പാലം വലിയ ഒരു ഉത്സവമായിട്ടാണ് അവിടുത്തെ ആളുകൾ അത് നടത്തിയത്. അത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തതാണ്. അതുപോലെ ഇനി പട്ടാമ്പിയെ ബന്ധിപ്പിക്കാൻ പാലക്കാടും തൃശ്ശൂർ ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഇപ്പോൾ ഏകദേശം 50 കോടി ചെലവഴിച്ച് റെയിൽവേയുടെ കൺകറന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതും കൂടെ ആവുന്നതോടുകൂടി ചേലക്കരയിൽ ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു ജില്ലകളുമായി ബന്ധപ്പെട്ടുള്ള നല്ല ഒരു ഇനിയും വളർച്ച ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഓരോന്നിനും പുറകിൽ നിന്നുകൊണ്ട് വളരെ സൂക്ഷ്മമായി പ്രവർത്തിച്ചുകൊണ്ട് ഏൽപ്പിച്ച പണി ആത്മാർത്ഥമായി നടത്താനാണ് ഓരോ MLA-മാരും ചെയ്യേണ്ടത്. ആ പണിയും ചേലക്കരയ്ക്ക് വേണ്ടി നമ്മളും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. എല്ലാ പ്രിയപ്പെട്ടവർ കക്ഷി രാഷ്ട്രീയം നോക്കാതെയാണ് എല്ലാവരെയും സഹായത്തിന് വിളിക്കേണ്ടത്. വന്ന് അഭിപ്രായം പറയുന്നവർക്ക് വളരെ ആത്മാർത്ഥമായി അത് സ്വീകരിച്ച് ആ നിലയ്ക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ നിലയ്ക്ക് തന്നെ മുമ്പോട്ട് പോകും എന്നും കൂടെയാണ് പ്രേക്ഷകർക്ക് അറിയിക്കാനുള്ളത്. ചേലക്കരയുടെ മുഖമായിരുന്ന റൈസ് പാർക്ക് ഇന്ന് നാശോന്മുഖമായിരിക്കുകയാണ്. ചേലക്കര മണ്ഡലം നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് പൊതുവായ ഒരു കളിസ്ഥലമില്ലായ്മ, അതുപോലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. റൈസ് പാർക്കിന്റെ പുനരുദ്ധരണവും ഗതാഗതക്കുരുക്കും പരിഹരിച്ച് നല്ലൊരു കളിസ്ഥലവും ചേലക്കരയിലെ ജനങ്ങൾ MLA-യിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. MLA ഇത്തരം വികസനങ്ങളെല്ലാം ചേലക്കരയിൽ കൊണ്ടുവന്ന് ചേലക്കര മണ്ഡലത്തെ വികസനത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുമെന്ന് ചേലക്കരയിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു.